നമസ്കാരം. കവണ അല്ലെങ്കിൽ തെറ്റാലി ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാലോ? ഇത് കേൾക്കുമ്പോൾ ഉപഗ്രഹ വിക്ഷേപണം എന്നത് കുട്ടിക്കളിയാണോ എന്ന ചോദ്യമാകാം പലരുടെയും മനസ്സിൽ ഉയരുന്നത്. എന്നാൽ റോക്കറ്റുകളുടെ സഹായമില്ലാതെ കവണ അഥവാ കാറ്റപ്പൾട്ട് ഉപയോഗിച്ച് ഉപഗ്രഹ വിക്ഷേപണം സാധ്യമാകുന്ന കാലം വിദൂരമല്ലെന്നാണ് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹിരാകാശ സാങ്കേതിക കമ്പനിയായ സ്പിൻ ലോഞ്ചിൽ നിന്നും പുറത്തുവരുന്ന പുതിയ വാർത്ത തരുന്ന സൂചന. എന്നാൽ റോക്കറ്റ് വിക്ഷേപണത്തിനായി ഉപയോഗിക്കുന്നത് കുട്ടികൾ കളിക്കാനായി എടുക്കുന്ന ചെറിയ കവണയല്ലെന്ന് മാത്രം. ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്കായി പ്രത്യേകം സജ്ജമാക്കുന്ന ഭീമൻ കാറ്റപ്പൾട്ട്സ് ആണ് ഇതിനായി വിനിയോഗപ്പെടുത്തുക. പണ്ടുകാലങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ കല്ലുകളും അമ്പുകളും പോലുള്ള വസ്തുക്കൾ ശത്രു കോട്ടകൾക്കും എതിർ സൈന്യത്തിനുമെതിരെ ഉതിർക്കാൻ തെറ്റാലികൾ അഥവാ കാറ്റപ്പൾട്ട്സ് ഉപയോഗപ്പെടുത്തിയിരുന്നു. വരും ഭാവിയിൽ ഈ പുരാതന വിദ്യയെ അടിസ്ഥാനമാക്കി ആഗോള ബഹിരാകാശ ഗവേഷണ ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിക്കുന്ന പുതു സാങ്കേതിക വിദ്യ രൂപം കൊണ്ടിരിക്കുന്നുവെന്നതാണ് സ്പിൻ ലോഞ്ച് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന വിവരം. സ്പിൻ ലോഞ്ച് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഭീമൻ മെക്കാനിക്കൽ കാറ്റപ്പൾട്ടിന് ഒരു തുള്ളി പോലും റോക്കറ്റ് ഇന്ധനം ഉപയോഗിക്കാതെ തന്നെ ഹൈപ്പർസോണിക് വേഗതയിൽ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് തൊടുത്തുവിടാൻ കഴിയും. തീർത്തും പരിസ്ഥിതി സൗഹൃദമായ ഈ നൂതന സംവിധാനം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനുള്ള ചിലവും കുറയ്ക്കും. പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വിപ്ലവകരമായ ഈ ബഹിരാകാശ വിക്ഷേപണ സംവിധാനത്തിലൂടെ സ്പിൻ ലോഞ്ച് കമ്പനി ഇതിനോടകം നിരവധി വിജയകരമായ പരീക്ഷണ വിക്ഷേപണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന സൂചന. അങ്ങനെ കാറ്റപ്പൾട്ട് ഉപയോഗിച്ച് ഉപഗ്രഹ വിക്ഷേപണം സാധ്യമാക്കാനായി വികസിപ്പിച്ചെടുത്ത പ്രത്യേക സാങ്കേതിക രീതിയായ കൈനറ്റിക് ലോഞ്ച് സിസ്റ്റം പരമ്പരാഗത റോക്കറ്റുകൾക്ക് ഒരു പ്രായോഗിക ബദലാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതേ തുടർന്ന് 2026 നാസ, എയർബസ്, US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്നിവയുടെ പിന്തുണയോടെ ഒരു കൂട്ടം ഉപഗ്രഹങ്ങളെ ബഹിരാകാശ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് സ്പിൻ ലോഞ്ച് ടെക്നോളജീസ് കമ്പനി. ഭൂമിയുടെ ഗുരുത്വാകർഷണം മറികടക്കാൻ ലക്ഷക്കണക്കിന് പൗണ്ട് ഇന്ധനം കത്തിക്കുന്ന പരമ്പരാഗത റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്പിൻ ലോഞ്ച് കണ്ടെത്തിയിരിക്കുന്ന പുതു സംവിധാനത്തിലൂടെ പേലോഡുകൾ വിക്ഷേപിക്കാൻ ശുദ്ധമായ ഗതികോർജ്ജമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഈ സിസ്റ്റത്തിൽ ഒരു ഭീമാകാരമായ വാക്വം സീൽഡ് സെൻട്രിഫ്യൂജ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ഒരു ലോഞ്ച് ട്യൂബിലൂടെ പേലോഡുകൾ പുറത്തുവിടുന്നതിന് മുമ്പ് അമിത വേഗതയിൽ കറങ്ങും. ഇങ്ങനെ വിക്ഷേപിക്കപ്പെടുന്ന ഉപഗ്രഹം മണിക്കൂറിൽ 5000 മൈൽ, അതായത് 8000 കിലോമീറ്റർ വേഗതയിൽ ബഹിരാകാശത്തേക്ക് എത്തപ്പെടും. അതായത് ഒരു തോക്കിൽ നിന്നുള്ള വെടിയുണ്ടയേക്കാൾ വേഗത്തിൽ. അങ്ങനെ എത്തപ്പെടുന്ന ഉപഗ്രഹം ആവശ്യമെങ്കിൽ ചെറിയ റോക്കറ്റ് ബൂസ്റ്റർ ഉപയോഗപ്പെടുത്തി അന്തിമ പരിക്രമണ ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കും. വലിയ രാസ ഇന്ധന ടാങ്കുകളുടെ ആവശ്യകത ഇല്ലാതാക്കുന്നതിലൂടെ പരമ്പരാഗത റോക്കറ്റ് വിക്ഷേപണങ്ങളെ അപേക്ഷിച്ച് സ്പിൻ ലോഞ്ചിന്റെ പുതിയ സിസ്റ്റം 10 മടങ്ങ് വരെ കാര്യക്ഷമമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ വില കൂടിയ റോക്കറ്റ് ഇന്ധനം ഈ സിസ്റ്റത്തിൽ ഒഴിവാക്കപ്പെടുന്നതിലൂടെ കുറഞ്ഞ വിക്ഷേപണ ചെലവ് സാധ്യമാകും. നിലവിൽ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിന് മാസങ്ങൾ നീളുന്ന പദ്ധതികൾ ആവശ്യമാണ്. എന്നാൽ സ്പിൻ ലോഞ്ച് പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്ന കൈനറ്റിക് ലോഞ്ച് സിസ്റ്റത്തിലെ വേഗത്തിലുള്ള വിക്ഷേപണ ടേൺ അറൌണ്ടിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ സാധിക്കും. കെമിക്കൽ റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി കാർബൺ ബഹിർഗമനം ഇല്ലാതെ തന്നെ പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാകുമെന്നതും മറ്റൊരു സവിശേഷതയാണ്. അങ്ങനെ സുരക്ഷിതവും കൂടുതൽ വിശ്വസനീയമായ വിക്ഷേപണങ്ങൾ ഈ പുതു സംവിധാനം സാധ്യമാക്കും. ഓരോ വിജയകരമായ പരീക്ഷണത്തിലൂടെയും വേഗതയേറിയതും താങ്ങാനാവുന്നതും സുസ്ഥിരവുമായ ബഹിരാകാശ പ്രവേശനത്തിന്റെ ഭാവി ഗതികോർജ്ജമായിരിക്കുമെന്ന് തെളിയിക്കുകയാണ് സ്പിൻ ലോഞ്ച് കമ്പനി. സ്പിൻ ലോഞ്ചിന്റെ നിലവിലെ പ്രോട്ടോടൈപ്പ് ഒരു സബോർബിറ്റൽ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിലും 2026 ഒരു പൂർണ്ണ തോതിലുള്ള ഓർബിറ്റൽ ലോഞ്ച് സിസ്റ്റം സ്ഥാപിക്കാനുള്ള യത്നത്തിലാണ് കമ്പനി. അങ്ങനെ പുറത്തിറക്കുന്ന അന്തിമ പതിപ്പ് നിലവിലെ ടെസ്റ്റ് പ്ലാറ്റ്ഫോമിനേക്കാൾ 3 ഇരട്ടി വലുതായിരിക്കും. അതിനാൽ തന്നെ ഇത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ചലിക്കുന്ന യന്ത്രങ്ങളിലൊന്നായി തീരും. ആശയവിനിമയം, ഭൂമി നിരീക്ഷണം, പ്രതിരോധ ഉപഗ്രഹങ്ങൾ എന്നിവ വിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾക്ക് വില കുറഞ്ഞതും സുസ്ഥിരവുമായ ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്ന ഈ സംവിധാനത്തിലൂടെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ഉപഗ്രഹ നക്ഷത്ര സമൂഹങ്ങളെ വിന്യസിക്കുക എന്നതാണ് സ്പിൻ ലോഞ്ചിന്റെ അടുത്ത ലക്ഷ്യം.
സ്പിൻ ലോഞ്ച് കമ്പനിയുടെ സിഇഒ ജോനാഥൻ യാനിയുടെ അഭിപ്രായത്തിൽ ഇക്കഴിഞ്ഞ 11 മാസത്തിനുള്ളിൽ കമ്പനി നടത്തിയ 10ാമത്തെ വിജയകരമായ പരീക്ഷണ പറക്കൽ ഈ സിസ്റ്റത്തിന്റെ വിശ്വാസ്യത തെളിയിക്കുന്നു എന്നതാണ്. നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന സംവിധാനത്തിന്റെ രൂപകൽപ്പന വിപുലീകരിക്കുന്നതിലൂടെ പരമ്പരാഗത റോക്കറ്റുകളെക്കാൾ വളരെ കുറഞ്ഞ ഇന്ധനം ഉപയോഗിച്ച് ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ ചരക്ക് വിക്ഷേപിക്കുന്ന ഭാവിയിലെ ഗ്രഹാന്തര ദൗത്യങ്ങൾക്കും അത് വിനിയോഗപ്പെടുത്താമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. പരമ്പരാഗത റോക്കറ്റ് പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്ന സ്പേസ് എക്സ്, റോക്കറ്റ് ലാബ്, ബ്ലൂ ഒറിജിൻ എന്നീ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് ആധിപത്യം പുലർത്തുന്ന കമ്പനികളെ മറികടക്കാൻ സ്പിൻ ലോഞ്ചിന്റെ ഈ പുതിയ സംവിധാനം വഴിയൊരുക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം ഈ സിസ്റ്റം പൂർണ്ണമായും ചലനാത്മക വിക്ഷേപണ ശക്തികളെ ആശ്രയിക്കുന്നതിനാൽ നിലവിൽ 200 കിലോഗ്രാം വരെ ഭാരമുള്ള ചെറിയ ഉപഗ്രഹങ്ങൾക്കായി മാത്രമേ ഇത് വിനിയോഗപ്പെടുത്താനാകൂ. മനുഷ്യനെ ഉൾപ്പെടുത്തിയുള്ള ദൗത്യങ്ങൾ, ആഴത്തിലുള്ള ബഹിരാകാശ പേടകങ്ങൾ, കൂടുതൽ ഭാരമേറിയ ചരക്ക് എന്നിവയ്ക്കായി നിലവിലെ ഈ സിസ്റ്റം വിനിയോഗപ്പെടുത്താനാവില്ല. എന്നാൽ സ്പിൻ ലോഞ്ച് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ കൈനറ്റിക് ലോഞ്ച് സിസ്റ്റം കൂടുതൽ വിപുലീകരിക്കുമ്പോൾ അത്തരം ദൗത്യങ്ങളും സാധ്യമാക്കാനാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. വരും ഭാവിയിൽ ആഗോള ഉപഗ്രഹ കമ്പനികളുമായി പങ്കാളിത്തം വികസിപ്പിക്കാനും സ്പിൻ ലോഞ്ച് കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.